കോഴിക്കോട് കെഎസ്ആർടിസി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസിന്റെ ഗ്ലാസ് അടിച്ച് തകർത്ത സംഭവത്തിന് പിന്നാലെ യുവതിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചാരണം. യുവതിയുടെ തട്ടവും വേഷവും ചൂണ്ടിക്കാണിച്ചാണ് സൈബർ ആക്രമണം. ശുചിമുറിയിൽ പോകാനാണ് ബസ് നിർത്താൻ ആവശ്യപ്പെട്ടത് എന്നും നിർത്താതെ വന്നതോടെയാണ് പ്രകോപിതയായത് എന്നും കോട്ടക്കൽ സ്വദേശിയായ മുംതാസ് മീഡിയ വണിനോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ 10-ാം തീയതി കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപമാണ് സംഭവം. കോട്ടയ്ക്കൽ നിന്ന് കോഴിക്കോട്ടേക്ക് കയറിയ യുവതി മിംസ് ആശുപത്രിക്ക് സമീപമെത്തിയപ്പോൾ ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു. സ്റ്റോപ്പില്ലാത്തതുകൊണ്ട് നിർത്താൻ ബസ് ജീവനക്കാർ തയ്യാറായില്ല. ഇതിൽ പ്രകോപിതയായാണ് ബസിന്റെ സൈഡ് ഗ്ലാസ് യുവതി അടിച്ചു തകർത്തത്. ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ യുവതിക്കെതിരെ വൻ സൈബർ ആക്രമണമാണ് ഉണ്ടാകുന്നത്. തട്ടത്തെയും വേഷത്തെയും ഉൾപ്പെടെ അധിക്ഷേപിച്ച് വിദ്വേഷ പ്രചാരണവും നടക്കുന്നു. ഇതിൽ വിശദീകരണവുമായി യുവതി ഇപ്പോൾ രംഗത്തെത്തിയത്. ടോയ്ലറ്റിൽ പോകേണ്ട അത്യാവശ്യം പോലും ആൾക്കാർ വളരെ തമാശ രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു മൊമെന്റിൽ പറ്റിപ്പോയതാണ്. അപ്പോൾ നമ്മളിട്ട വസ്ത്രത്തെയോ നമ്മൾ ഇട്ട ബാഗിനെയോ ഒക്കെ കളിയാക്കിയിട്ടാണ് ആൾക്കാർ പറയുന്നത്. സംഭവത്തിന് പിന്നാലെ യുവതി 28,000 രൂപ പിഴയടച്ച് മാപ്പ് പറയുകയും ചെയ്തിരുന്നു. യാത്രക്കാരിൽ ആരോ എടുത്ത ദൃശ്യം കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സൈബർ ആക്രമണം രൂക്ഷമായത്. അതേസമയം ബസ് തകർത്തത് തന്റെ ഭാര്യയാണെന്ന പ്രചാരണത്തിനെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് രംഗത്തെത്തി. അങ്ങനെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP ഹാൻഡിലുകളിൽ നിന്ന് ഒരു വലതുപക്ഷ കൂട്ടായ്മയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ വരിക. അപ്പോൾ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഈ വ്യാജ പ്രചരണങ്ങൾക്ക് ഈ സമൂഹത്തിൽ ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. വ്യാജ പ്രചാരണത്തിനെതിരെ നിയമ നടപടിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ് വസീഫ്. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിനെതിരെയും വ്യാജ പ്രചാരണം നടക്കുന്നുണ്ട്. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 മലപ്പുറം.